കോഫി? അണ്ണാ ഒരു കോഫി കുടിക്കാറുണ്ടോ? ചായയാണോ കുടിക്കാറ്? അതല്ല. ഉണ്ടായിരുന്നു, നിർത്തി. ഇത് പണ്ടുമില്ല. ജാതകത്തിൽ വിശ്വാസമുണ്ടോ? ജാതകത്തിൽ വിശ്വാസമില്ല, പക്ഷെ സമയത്തിൽ വിശ്വാസമുണ്ട്. എൻ്റെ സമയം ഇപ്പം നല്ലതാണെന്നാണ് തോന്നുന്നത്. വീട്ടിലാരൊക്കെയുണ്ട്? അവിടുത്തെ പോലെ തന്നെ, അമ്മ മാത്രം. ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ല. ശരി. ഇന്ന് വൈകിട്ട് അമ്മ ഒരു ഇവന്റ് കാണാൻ പോകുന്നുണ്ട്, ക്ലാസിക്കൽ ഡാൻസ്. ഞാനാണ് ടിക്കറ്റ് എടുത്തത്. അമ്മയുടെ തൊട്ടടുത്തൊരു സീറ്റ് എക്സ്ട്രാ ബുക്ക് ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ലേ? എന്നാ കുഴപ്പമില്ല. എൻ്റെ പേരറിയാലോ അല്ലേ? നിക്കിത. ഇനി നിക്കിന്ന് വിളിച്ചാൽ മതി. കാണാട്ടോ. ഓൾ ദി ബെസ്റ്റ്. കൊള്ളാം. എന്തല്ലേ ഡോക്ടർ? എനിക്ക് അങ്ങോട്ട് വരാൻ ടൈമില്ല. നിങ്ങൾ നേരെ ഇങ്ങോട്ട് പോരെ. പിന്നെ മുങ്ങിക്കളയരുത്. ഫ്ലാഗ് ഓഫിന് ഞാൻ വേറെ ആരും ഏർപ്പാട് കേട്ടില്ല. മേജറെങ്ങാനും വന്നില്ലെങ്കിൽ ആ പിള്ളേരുടെ ബൈക്കിന് പുറകെ കയറി ഹിമാലയത്തിൽ പോകേണ്ടി വരും. എനിക്ക് വരണേ. സാർ തണ്ണി കൊണ്ടുവന്നിരിക്കാൻ സാർ. ആ ഗംഗൻ സാർ, ഇത് ഭയങ്കര ചുളിവ്. അയ്യോ, ഒരു ഇസ്തിരി. சரி சார். சார் சூப்பரா இருக்கு சார். இதையும் சேர்த்து போட்டீங்கன்னு வச்சுக்கோங்க, சும்மா வேட்டையாடு விளையாடு கமல்மா இருப்பீங்க சார். ശരി, വേഗം. சரி சார். വണക്കம்மா. ഇന്നല്ലേ സ്പീച്ച്? പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞോ? പ്രാക്ടീസിലൊന്നും കാര്യമില്ല. സ്റ്റേജ് കേറുമ്പോ തന്നെ എന്റെ കാറ്റ് പോവും. ഞാനത് തരാൻ വന്നതാ. അയ്യോ, ഇത് അതല്ല. സ്പീച്ച് ഞാൻ എഴുതിക്കൊണ്ട് വന്നതാ. നോക്കി വായിക്കാം. അത്രേ ഉള്ളോ? നിക്കിയില്ലേ അവിടെ? പല്ല് ഡോക്ടറെ കാണാൻ പോയിരിക്കാം. പല്ലുവേനെ? നിക്കിയും ഫ്രോഡും ലൈനാണ്. എന്റെ ഊഹം ശരിയാണെങ്കിൽ പല്ല് ഡോക്ടറൊന്നുമല്ല, ഡേറ്റിംഗാ. അതെ, നമുക്കൊരു ഡേറ്റിന് പോയാലോ? എനിക്കിന്ന് പ്രസംഗമുണ്ട്. അത് കഴിഞ്ഞിട്ട് പോയാൽ മതി. ഇന്ന് വൈകിട്ടേ ഞാനൊരു പ്രോഗ്രാമിന് പോകുന്നുണ്ട്, ക്ലാസിക്കൽ ഡാൻസിന്. നിക്കിയാണ് എൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. അയാൾ പോയി കഴിഞ്ഞ് ഞാൻ ഒരെണ്ണം കൂടി ബുക്ക് ചെയ്തു. തൊട്ടടുത്ത സീറ്റ് അപ്പോഴേക്കും ബുക്ക് ചെയ്ത് പോയി. അയ്യോ, അത് സാരല്ല, നമുക്കത് എക്സ്ചേഞ്ച് ചെയ്യിക്കാം. மாமி உங்களை கீழே கூப்பிடுறாங்க. அந்த குழந்தைய கொள்ற எபிசோடு வந்துச்சான், அது பாக்குறதுக்காண்டி கூப்பிடுறாங்க. இந்தாங்க சார். അതെ, 7 മണി. ഓക്കെ, ചായ കുടിക്കാൻ. பரவாயில்ல, ചായ കുടിക്കാൻ. வேணாம் சார். இன்னைக்கு கண்டிப்பா செத்து போயிடுவான். சாரி, ഇവിടെ പറഞ്ഞ உன்னை விட மாட்டேன். சரியான ലൂസ്. നീ കാമി കൊച്ചു ഓർമ്മ ചോദിച്ചോണോ? ഡോക്ടർ അൽമാറാം ആളെത്തിയിട്ടുണ്ടോ? എത്തിച്ചിട്ടുണ്ട്, പക്ഷെ എന്താവെന്ന് അറിയില്ല. പ്രിയമുള്ളവരെ, അടുത്തതായി നമ്മുടെ ഫ്ലാഗ് ഓഫ് ചടങ്ങാണ്. ഏറ്റവും ഉചിതനായ ഒരു വ്യക്തി തന്നെയാണ് അതിനായി നമുക്ക് കിട്ടിയിരിക്കുന്നത്. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ വേണ്ടല്ലേ, അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹം തന്നെ പറയുന്നതായിരിക്കും അതിന്റെ ശരി. വേദിയിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു എവറസ്റ്റ് കീഴടക്കിയ ഇന്ത്യക്കാരിൽ ഒരാൾ, നമ്മുടെ സ്വന്തം മേജർ ഉണ്ണികൃഷ്ണൻ. തനിക്ക് കിട്ടിയ മുഴുവൻ തങ്കപ്പതക്കങ്ങളും അണിഞ്ഞ് എന്റെ സ്വന്തം മേജർ. കയറി വരൂ.
പ്രിപ്പയർഡ് ആണല്ലേ? ആ, ഞാനും പ്രിപ്പയർഡാ. അന്നത്തെ പോലെ മുട്ടിടിക്കലോ തലകർക്കോ വല്ലതും ഉണ്ടാകുകയാണെങ്കിൽ ആച്ചി എന്നൊന്ന് തുമ്മി വെച്ചാൽ മതി. പിള്ളേരവിടെ പടക്കമായിട്ട് റെഡിയാ, അവരതിന് തീ കൊടുത്തോളും. ഇറങ്ങി പോന്ന് വെച്ചാൽ മതി. പ്ലാൻ ബി അല്ലേ? ആ, അങ്ങനെങ്കിൽ അങ്ങനെ. ഓൾ ദി ബെസ്റ്റ്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ ജീവിതത്തിൽ ഞാൻ 2 കാര്യങ്ങളെ ഭംഗിയായി ചെയ്തിട്ടുള്ളൂ. ആദ്യത്തേത് നല്ല സോൾജറായിരുന്നു എന്നതാണ്. ഈ മെഡലൊക്കെ അങ്ങനെ കിട്ടിയതാ. രണ്ടാമത്തെ കാര്യം, ഒരുപാട് യാത്രകൾ ചെയ്തിരുന്നു. യാത്രകൾ നമ്മളെ സ്വാധീനിക്കും. മറ്റൊരു ഭാഷ സംസാരിക്കുന്നിടത്തേക്ക് ചെല്ലുമ്പോൾ, പുതിയൊരു സ്ഥലത്ത് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ, പുതിയ മനുഷ്യർ, അവരുടെ പശ്ചാത്തലം, പുതിയ ഭക്ഷണം, ഇതൊക്കെ നമ്മളെ തന്നെ പുതുതാക്കിക്കൊണ്ടേയിരിക്കും. പിന്നെ ഹിമാലയം, അതൊരനുഭവമാണ്. നിങ്ങളുടെ സ്വപ്നങ്ങളിൽ ഇനി മഞ്ഞ് പെയ്തു തുടങ്ങും. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് യാത്രകൾ ഒരിക്കലും അവസാനിക്കാതിരുന്നെങ്കിൽ എന്ന്. പക്ഷെ എനിക്ക് തോന്നുന്നത് യാത്രയെ കൂടുതൽ മനോഹരമാക്കുന്നത് ഒരു റിട്ടേൺ ടിക്കറ്റാണ്, അല്ലേ? മടങ്ങി വരാനൊരു വീടോ പോയ വിശേഷങ്ങളൊക്കെ പറയാൻ ഒരാളോ ഇല്ലെങ്കിൽ ഇതിലൊന്നും ഒരർത്ഥവുമില്ല. പിന്നെ ഞാൻ ചെയ്യാത്ത ഒരു കാര്യമുണ്ട്. ഇതിനെപ്പറ്റി എവിടെയെങ്കിലും ഒന്ന് കുറിച്ചിടുക. ഒരു കാലത്ത് നിങ്ങൾക്ക് ഏറ്റവും സന്തോഷം പകർന്നു നൽകുന്നത് ഈ ഓർമ്മകൾ മാത്രമായിരിക്കും. ആരോടെങ്കിലും വഴക്കിട്ടോ ഒഴിവാക്കാൻ വേണ്ടിയോ യാത്രകൾ ചെയ്യരുത്. ഞാൻ ചെയ്തിട്ടുണ്ട് എൻ്റെ അമ്മയോട്. അവരാണെങ്കിൽ മിണ്ടാൻ വയ്യാത്ത ഒരു സ്ത്രീയായിരുന്നു. ജീവിതത്തിൽ ഒറ്റയ്ക്കായി പോയ ഒരാൾ. അവർക്ക് ഭാഗ്യമുണ്ടായിരുന്നതുകൊണ്ട് നേരത്തെ പോയി. അമ്മ എന്നോട് സംസാരിച്ചിരുന്നത് ഭക്ഷണത്തിലൂടെയായിരുന്നു. സ്കൂൾ വിട്ടു വരുമ്പോൾ ഞാൻ നേരെ ഓടിക്കയറുന്നത് അടുക്കളപ്പുറത്തേക്കാണ്. വിശന്നിട്ട് അവിടെ ഒരു പാത്രം അടച്ചു വെച്ചിട്ടുണ്ടാവും. അതിലുണ്ടാവുന്ന പലഹാരമാണ് അന്നത്തെ അമ്മയുടെ മൂഡ്. എരിവുണ്ടെങ്കിൽ നല്ല ദേഷ്യത്തിലാവും, മധുരമാണെങ്കിൽ ഭയങ്കര സ്നേഹവും, ഉപ്പ് കൂടുതലാണെങ്കിൽ കുറച്ച് പിണക്കവും. ചിലപ്പോൾ തുറന്നു നോക്കിയാൽ ഒന്നും ഉണ്ടാവില്ല. അന്നമ്മ മൊത്തം കരച്ചിലായിരിക്കും. അമ്മ മരിച്ചപ്പോൾ ഞാൻ കരഞ്ഞൊന്നുമില്ല കേട്ടോ. പക്ഷെ 1-2 വർഷം കഴിഞ്ഞ് ലൈഫിലെ ഏറ്റവും വലിയ സദ്യ കണ്ടപ്പോൾ ഞാൻ അമ്മയെ ഓർത്തു. ബെൽജിയത്ത് വെച്ച് ഒരു ഒഫീഷ്യൽ ഡിന്നർ. ലോകത്തുള്ള എല്ലാത്തരം വിഭവങ്ങളും അവിടെ മേശപ്പുറത്തുണ്ട്. പക്ഷെ എനിക്കൊന്നും കഴിക്കാൻ പറ്റുന്നില്ല അമ്മേനെ ഓർത്തിട്ട്. നോക്കുമ്പോൾ അവിടെ ഒരു സ്റ്റീൽ പാത്രം മൂടി അടച്ചു വെച്ചിട്ടുണ്ട്. തുറന്നു നോക്കിയപ്പോൾ തേങ്ങ കൊണ്ടുണ്ടാക്കിയ ഒരു പലഹാരം അമ്മ ഉണ്ടാക്കും പോലെ. ഞാനത് കഴിച്ചു. അത് മാത്രമേ കഴിച്ചുള്ളൂ. നല്ല മധുരമായിരുന്നു. അന്ന് എനിക്ക് തോന്നി ഇടയ്ക്കൊക്കെ സ്വന്തം വീട്ടിലേക്കൊരു യാത്ര പോകായിരുന്നു. Travel a lot, but once in a while, travel back to your roots. ഞാൻ ഒരുപാട് സമയമെടുക്കുന്നില്ല. ഈ ഹിമാലയൻ ട്രിപ്പ് റൈഡേഴ്സിന് എൻ്റെ എല്ലാ ആശംസകളും. ഹാവ് എ സേഫ് ആൻഡ് റിയൽ ഫൺ റൈഡ്.